ഫ്രണ്ട്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ കൂടുതലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കാണാം. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് മെയ് 6 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല, ഇത് കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ വിളിച്ചിട്ടുണ്ട്. 3 വർഷത്തെ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻറ്റിൽ ഇലക്ട്രിക്കലും വിളിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമയാണ് 60% മാർക്കോട് കൂടി. അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസിന് നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ ഉണ്ട്. അത് എന്താ റിലാക്സേഷൻ എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മെയ് 9 മുതൽ മെയ് 16 വരെയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നമ്പർ ഓഫ് വേക്കൻസീസ് ഇവിടെ കാണാം. ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻറ്റിൽ 20 വേക്കൻസിയും മെക്കാനിക്കൽ 20 വേക്കൻസിയും ഇലക്ട്രിക്കലിൽ 11 വേക്കൻസിയുമാണ്. റിസർവ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ കാണാം. രണ്ടിലും ജനറൽ വേക്കൻസി ഉണ്ട്. ഇവിടെ OBC വേക്കൻസി ഇല്ലെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ SC വേക്കൻസി ഇല്ലെങ്കിലും ഈ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 200 രൂപ, ഇപ്പോൾ 499 ആണ്, അതിൽ 200 രൂപ വീണ്ടും നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് GOCL നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചാൽ മതി കേട്ടോ. GOCL ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചാൽ മതി. ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ അടിച്ചാൽ മതി. GOCL അടിച്ചിട്ട് 40 സ്പേസ് ഇടാതെ 40 അടിച്ചാൽ 200 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് മൈനസായി കിട്ടും. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നിങ്ങൾക്ക് ഫോൾഡർ വൈസ് ആയിട്ട് നമ്മുടെ ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ 2 രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ, ഇതാണ് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇല്ലേ പ്ലേ സ്റ്റോറിൽ GOCL ജുലാൻഡ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ്, നമ്മുടെ ലോഗോ കാണാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ആണെങ്കിൽ, ആൻഡ്രോയിഡ് അല്ലാത്തവർ ഇത് ഇങ്ങനെ വെബ്സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ ആപ്പിൽ നിങ്ങൾക്ക് ചെയ്യുന്ന അതേപോലെ എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ലോഗിൻ IDയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ LNTയുടെ വേക്കൻസി, അതുപോലെ നമ്മൾ ഓരോന്നും ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് മെയ് മന്തിലെ ജോബ്സാണ്. അപ്പം ആ ഒരു ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോൾഡർ വൈസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്രന്റീഷിപ്പ്, ഇന്റേൺഷിപ്പ്, അതുപോലെ എയർപോർട്ട് ജോബ്സ്, ഇതിൽ ഗ്രൗണ്ട് സ്റ്റാഫും വിളിച്ചിട്ടുണ്ട്, അതുപോലെ ക്യാബിൻ ക്രൂവിനും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വാക്കിൻ സെലക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലൊക്കെ വാക്കിൻ സെലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ എയർപോർട്ട് ജോബ്സിലുണ്ട്. PDF ഫയലും അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ. പിന്നെ ജോബ് ഫെയർ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആമസോൺ വർക്ക് ഫ്രം ഹോമും അതല്ലാത്ത മറ്റു കേരളത്തിലുള്ള കൊച്ചിയിലുള്ള വേക്കൻസിയൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതൊക്കെ ജെന്യുവൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് നോക്കിയിട്ടാണ് ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുപോലെ എക്സൈലത്തിൻ്റെ വേക്കൻസികൾ കുറച്ചുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മെയ് മാസം നമുക്ക് കിട്ടുന്ന മാക്സിമം എന്താണ്, നമ്മളതിൻ്റെ ജെന്യുവൻ ആണ് നോക്കി അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് നോക്കി കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് മേഖലയിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പറയുന്ന ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഇനി ഗവൺമെൻറ് ജോലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിൽ നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടെലഗ്രാം ഗ്രൂപ്പും ജോയിൻ ഔട്ട് നിങ്ങളതിൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ്. ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരാൻ നോട്ടിഫിക്കേഷൻ്റെ അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് പീരീഡ് ടൈമാണ്. നമുക്ക് 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. വീണ്ടും അത് 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ റെമ്യൂണറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 24,400 രൂപയാണ് കൺസൾട്ടേറ്റ് പേയ്മെൻറ്റ്. എക്സ്ട്രാ അവർ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 6,200 നിങ്ങൾക്ക് പെർ മന്ത് കൂടെ അഡീഷണൽ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഇയറിലാണെങ്കിൽ നിങ്ങൾക്ക് 25,100. ദെൻ തേർഡ് ഇയറിലാണെങ്കിൽ നിങ്ങൾക്ക് 25,900. പിന്നെ എക്സ്ട്രാ അവർ വർക്ക് ചെയ്യണമെങ്കിൽ അനുസരിച്ച് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഏജ് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 18 to 30 ഏജ് ലിമിറ്റ് വരുന്നത്. 16 മെയ് 2025 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. നമ്മുടെ വെബ്സൈറ്റ് GOCL ജുലാൻഡ് ടൈപ്പ് ചെയ്താൽ മതി. ഗൂഗിളിൽ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിലൂടെയൊക്കെ കയറാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തരാം. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഏജിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് തന്നെ ഈസി ടൂൾ ഉണ്ട് കേട്ടോ. ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏജിൽ കാൽക്കുലേറ്റർ ഉണ്ട്. അത് വെച്ച് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കാം എത്ര ഇയറായി, എത്ര മന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 33 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ 35 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. എക്സ് സർവീസിന് നിശ്ചയമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ദെൻ മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ഷിപ്പ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രാവീണ്യം ഉണ്ടോ എന്നുള്ളൊരു പ്രാക്ടിക്കൽ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക.
അപ്പോൾ അതിന് 100 മാർക്കിൻ്റെ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അത് നമ്മളെ കൊച്ചി CSL വെച്ചിട്ട് തന്നെ നടക്കുക. ഇപ്പോൾ CAT സോഫ്റ്റ്വെയറിലായിരിക്കും ആ ഒരു ടെസ്റ്റ് നടത്തുക. അപ്പോൾ CAT സോഫ്റ്റ്വെയറൊക്കെ അറിയുന്നവർ ഇതിലേക്ക് എന്ത് ചെയ്യുക, പോകുക. അല്ലാത്തതിന് നമ്മൾ പോയിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞത് അവിടെ നിങ്ങൾക്ക് കാണാം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവിടെ ചോദിക്കുന്നത്. ഡിലീറ്റ് ആട്ടെ. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് ഷിപ്പ് ഡിസൈനുമായി ബന്ധപ്പെട്ട് ഷിപ്പ് യാർഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കമ്പനി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികളിലൊക്കെ എക്സ്പീരിയൻസ് ആയിരിക്കണം. ഇനി ഷിപ്പ് ഡിസൈനിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ എക്സ്പീരിയൻസിന് പകരം നമ്മൾ അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ CSLൊക്കെ നിങ്ങൾ അപ്രൻറ്റിഷിപ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പോൾ 2 വർഷം ഡ്യൂറേഷനിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കും. ഇനി 1 വർഷം ഡ്യൂറേഷനിൽ അപ്രൻറ്റിഷിപ്പും 1 വർഷത്തെ മറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 2 വർഷം എക്സ്പീരിയൻസ് ആക്കിയിട്ട് കണക്കാക്കാം. ഓക്കെ, ഇനി അതല്ല അപ്രൻറ്റിഷിപ്പ് അല്ലാതെ എന്തെങ്കിലും റെമ്യൂണറേഷൻ വാങ്ങിയുള്ള ട്രെയിനിങ് ആണെങ്കിലും അതും എന്താണ് അങ്ങനെ എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ ആ ഒരു റിലാക്സേഷനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്രൻറ്റിഷിപ്പും എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നുള്ളതാണ്. അപ്ലിക്കേഷൻ ഫീ 300 രൂപയാണ് വരുന്നത്. ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. SC/ST കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ അപേക്ഷയാണ്. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സോഫ്റ്റ് കോപ്പി എടുത്ത് വെക്കണം. അത് പിന്നീട് ആവശ്യം വരും. അത് പ്രിൻ്റ് എടുത്ത് വെക്കുക നമ്മളെ കൈവശം. ഓക്കെ, അയച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. ഹോം പേജ് GOCL എജുലാൻഡിൻ്റെ ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും മതി നിങ്ങൾ ഈ പേജിലേക്ക് എത്താൻ, ഈ ഒരു നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്താൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, താഴോട്ട് വന്നാൽ ലേറ്റസ്റ്റ് ജോബ്സ്, കേരള ജോബ്സിലൂടെ കാണാൻ കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് ഷിപ്പ് യാർഡ് ഡിസൈൻ അസിസ്റ്റൻ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിവിടെ കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ താഴെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഉണ്ടാവും. പുതിയ പോസ്റ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ച് താഴോട്ട് പോട്ടത്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ കാണാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആകും. അപ്പോൾ നമുക്ക് CSLൻ്റെ വെബ്സൈറ്റിലേക്കാണ് ഓപ്പൺ ആയി കാണാം. നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് 2 സ്റ്റെപ്പ് ഉണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ക്ലിക്ക് ഹിയർ ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ. ഇപ്പോൾ നിങ്ങൾ മുൻപ് ഏതെങ്കിലും CSLൻ്റെ അപേക്ഷ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോഗിൻ ID മതി. അതിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളൊരു ഫോമാണ് ഓപ്പൺ ആയിട്ട് വരിക. അത് നമ്മൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പേജ് ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേരും മെയിൽ ഐഡിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നമ്മൾ ഏത് പോസ്റ്റിനാണെന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അത് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇല്ല, കീവേഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഫിൽറ്റർ ചെയ്യാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ കോൺട്രാക്ട് ബേസ് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ കോൺട്രാക്ട് ബേസിൽ ഇത് അവിടെ ഏറ്റവും മുകളിൽ തന്നെ വന്നിട്ടുണ്ട് ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട്. മെക്കാനിക്കലും വന്നിട്ടുണ്ട്, ഷിപ്പ് ഡിസൈൻ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കലും വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ മറ്റു പ്രൊജക്റ്റ് ഓഫീസർ, അത് കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ മറ്റു മേഖലയിലേക്കൊക്കെ ഉള്ളതാണ്. അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതും ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഷിപ്പ് ഡിസൈൻ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ലോഗിൻ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഇവിടെ അപ്ലൈ എന്നുള്ളൊരു ബട്ടൺ കാണാൻ നിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ വരിക. ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാൻ ചോദിക്കും. ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ഐഡിയും പാസ്വേഡും കിട്ടില്ല. ലോഗിൻ ചെയ്ത് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ്. പിന്നെ നമ്മുടെ ഹോം പേജിൽ കയറിയാൽ നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഒട്ടനവധി ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന എയർപോർട്ട് അല്ലെങ്കിൽ ഇത്തരം വലിയ വലിയ പ്രൈവറ്റ് സെക്ടറിലൊക്കെയുള്ള ജോലികൾ കറക്റ്റായിട്ട് ലിങ്കും കാര്യങ്ങളും അപ്ഡേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു.